കൊടുത്തതാ. ആടത്തൊരു കൊള്ളൂലെന്ന് പറഞ്ഞു അടിച്ച് കൊന്നുകളയാൻ പോയത്. അതെ, അടിച്ചു കൊന്നു കളഞ്ഞിട്ട് ഈ അണ്ണ ഇവിടെ കാണുമല്ലോ. ആറാട്ടണ്ണ ആട് 3 കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് സിനിമ? എനിക്ക് ഈ 3-ലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആട് 2 ആണ്. ഇത് സിനിമ ലോകമാണ്. സിനിമയിൽ നല്ല റിവ്യൂ പറയാന്ന് നിക്കണം. രാത്രിയാകുമ്പോ ഈ മൈരന്മാരുടെ കഴപ്പുണ്ടല്ലോ, ഈ കഴപ്പ് നിർത്തിക്കണം. അല്ല, ഈ രാത്രി ആകുമ്പോ യവന്മാരുടെ കഴപ്പെന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, ആറാട്ടെണ്ണനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ടോ? നിങ്ങൾ അങ്ങോട്ടല്ലേ ആ കഴപ്പ് കാണാൻ പോകുന്നത്? എന്നിട്ട് കിടന്ന് താളവും അടിക്കില്ല. ചിലർക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്, ചിലർക്ക് വർക്കൗട്ട് ആവുന്നില്ല. വർക്കൗട്ടായോ? കുഴപ്പമില്ല, ഒരു ആവറേജ് ആവറേജ് മൂവിന്റെ ഇടയല്ല, കണ്ടിരിക്കാം. ഇങ്ങനെ ഒരു സിനിമയുടെ റിവ്യൂ പറഞ്ഞാൽ എന്താണ് ഇവിടെ കുഴപ്പമുള്ളത്? വളരെ മാന്യമായിട്ട് ചോദിച്ചു, വളരെ മാന്യമായിട്ട് ആൻസർ പറഞ്ഞു. ഒരു ആവറേജ് പടം ഇല്ലെങ്കിൽ ഒരു എബോ ആവറേജ് പടം കണ്ടിരിക്കാം എന്നാണ് ആറാട്ടെണ്ണം പറഞ്ഞത്. പക്ഷേ ഇതിനൊക്കെ പോയി തല്ലാൻ നിൽക്കുന്നവരെ ഉണ്ടല്ലോ, അവന്മാരെ ഒന്നും പറയാനില്ല. ഇതിനു മുമ്പ് ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ആറാട്ടെണ്ണം റിവ്യൂ പറഞ്ഞു, റിവ്യൂ മോശമായിപ്പോയി, പടം കണ്ടില്ല. ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെ അഭിപ്രായം പറയാനുള്ള അവകാശം നമ്മുടെ നിയമം തന്നെ നൽകുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ആറാട്ടെണ്ണൻ്റെ അഭിപ്രായം പറയുമ്പോൾ എന്തിനായിരിക്കും ആറാട്ടെണ്ണൻ്റെ മണ്ടയിലോട്ട് കയറുന്നത്? ഒന്നുകിൽ ലവ്മാർക്കൊക്കെ വൈറലാവണം, ഇല്ലെങ്കിൽ ആറാട്ടെണ്ണൻ ഒന്നും ചെയ്യത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കണം. അതായത് ആറാട്ടെണ്ണൻ്റെ ഒരു സ്വഭാവം വെച്ച് ആറാട്ടെണ്ണൻ വാഗൊണ്ട് പറയുന്നതല്ലാതെ അദ്ദേഹം ശാരീരികമായിട്ട് ആരെയും ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ പലരും ആറാട്ടെണ്ണനെ ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ആ മനുഷ്യൻ ഒന്നും ചെയ്യത്തില്ല. ഒരു പാവ മനുഷ്യൻ, കുറേ അറിവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിൽ, എന്ന് കരുതി മറ്റുള്ളവരെ അങ്ങ് മോശമാക്കുന്ന രീതിയിലൊന്നും പൊതുസ്ഥലത്ത് വെച്ച് അദ്ദേഹം പറയാറില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാം, അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കാം. അല്ലാതെ പൊതുസ്ഥലങ്ങളിൽ വെച്ച് ആറാട്ടെണ്ണൻ എന്തെങ്കിലും മോശമായിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് കണ്ടിട്ടുമില്ല. അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ പോയി ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അവന് വൈറലാവാൻ വേണ്ടി തന്നെ ആയിരിക്കണം. കാരണം ആ പാവപ്പെട്ട മനുഷ്യൻ ഒന്നും ചെയ്തില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ടയിൽ കുതിര കയറി കഴിഞ്ഞാൽ വൈറലാവുകയും ചെയ്യും, മാസാവുകയും ചെയ്യും. അങ്ങനെ കുറച്ച് പേരെടുക്കാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇമാതിരിയുള്ളവന്മാർ ആട് 3യുടെ പേരിൽ മാസാവാൻ നോക്കുന്നത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അല്ല, ഇവ എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവ മാസാവാൻ ചെയ്യുന്നതാണോ, അതോ പോപ്പുലർ ആവാൻ ചെയ്യുന്നതാണോ, അതോ വൈറലാവാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നും അറിയില്ല. ശരിക്കും എന്താ പ്രശ്നം? ഞാൻ ആട് 3 വർഷം റിവ്യൂ കൊടുത്തോണ്ടിരിക്കേ. അന്റെ അത് എല്ലാം കൊടുത്ത് ഓൾമോസ്റ്റ് ഇതിനായിട്ട് ഇവ 3 വർഷം ഉണ്ടാക്കി. സിനിമ ലോകമാണ്. അലവാദി. ഇതെന്താണ് അലവാദിയോ? ഇവ അറിഞ്ഞുകൊണ്ട് മണ്ടനാവാൻ ശ്രമിക്കുന്നതാണോ, അതോ മണ്ടനാണോ? ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ വൈറലാവാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും അറിയത്തില്ല. എന്റെ മൈൻഡ് പറയാം, ഞാൻ കൊച്ചിക്കാരനാണെങ്കിൽ അടിച്ച് നിരപ്പാക്കും. പെരേരയും പൈനാപ്പിളും ആറാട്ടനൊന്നും വേണ്ട, മര്യാദക്ക് റിവ്യൂ പറയണം സിനിമയില്. അതാണ് ഇവന്റെ ഈ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവനെന്തോ മാസ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന്. അതും ആട് 3 എന്ന് പറയുന്ന സിനിമയുടെ പേരിലാകുമ്പോൾ, ഒരുവിധം മോശമല്ലാത്ത റിവ്യൂ എന്ന സിനിമയുടെ പേരിലാകുമ്പോൾ ആളുകൾ കുറച്ച് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ആറാട്ടെണ്ണനെ പിടിച്ച് തല്ലുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവനും അത് വിചാരിച്ചായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവസാനം വെറും കോമഡി ആയിപ്പോയി എന്ന് തന്നെ പറയണം. ഇനിയിപ്പോൾ അതാണോ ഇവ ഉദ്ദേശിച്ചതെന്നും അറിയത്തില്ല. ഇവൻ ആദ്യം ആറാട്ടെണ്ണം പറഞ്ഞ റിവ്യൂ കേട്ടിട്ടുണ്ടോ എന്ന് വേണം അവനോട് ചോദിക്കാൻ. കാരണം ആ റിവ്യൂവിൽ ആറാട്ടെണ്ണം എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഒരു ആവറേജ് പടം കണ്ടിരിക്കാമെന്ന് പറഞ്ഞതിനെ ആരെങ്കിലും പറഞ്ഞതിനനുസരിച്ച് ഇവൻ പോയി വള്ളി പിടിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആറാട്ടെണ്ണൻ്റെ റിവ്യൂവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? കൊടുത്തതാ. ആടത്തൊരു കൊള്ളൂലെന്ന് പറഞ്ഞു അടിച്ച് കൊന്നുകളയാനാ പോയത്. എന്റെ മൈൻഡ് പറയാം, ഞാൻ കൊച്ചിക്കാരനാണെങ്കിൽ അടിച്ച് നിരപ്പാക്കും. മനസ്സിലായോ? ഇതേപോലെയുള്ള റിവ്യൂ ഒന്നും വേണ്ട അല്ലേ? ഇന്ന പെരേരയും പൈനാപ്പിളും ആറാട്ടനൊന്നും വേണ്ട, മര്യാദക്ക് റിവ്യൂ പറയണം സിനിമയില്. അതാണ് ഇത് സിനിമ ലോകമാണ്. സിനിമയിൽ നല്ല റിവ്യൂ പറയാന്ന് നിക്കണം. രാത്രിയാകുമ്പോ ഈ മൈരന്മാരുടെ കഴപ്പുണ്ടല്ലോ, ഈ കഴപ്പ് നിർത്തിക്കളാം. അല്ല, ഇതിലില്ലാത്ത പെരേരയൊക്കെ എങ്ങനെ വന്നു? പെരേര ഇന്ന് റിവ്യൂ പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല. ഇനി പെരേര റിവ്യൂ പറഞ്ഞോന്ന് അറിയത്തില്ല. ഇവരുടെയൊക്കെ ഒരു റിവ്യൂ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇവരൊന്നും ഒരു സിനിമയെ അങ്ങനെ മോശമായിട്ട് പറയുന്നവരല്ല. ഏത് പൊട്ടപ്പടവായാലും ഇവരൊക്കെ പറയുന്നതാണ് കണ്ടിരിക്കാം, കുഴപ്പമില്ല എന്ന രീതിയിലാണ് ഇവരെല്ലാ റിവ്യൂവും പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ നല്ല റിവ്യൂ പറയണമെന്ന് പറഞ്ഞ് ഇങ്ങനെ കയ്യേറ്റം ചെയ്യാൻ പോകുന്നവൻ്റെയൊക്കെ അവസ്ഥ പിന്നീട് എന്തായിരിക്കും എന്ന് നമുക്ക് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ. കാരണം ആൾ കൂടിയിരിക്കുന്ന സമയത്ത് ഇവരൊക്കെ പുലികളായിരിക്കും. പക്ഷേ ഒറ്റയ്ക്കാവുമ്പോൾ
ഒരു ഫോൺ കോളിൽ പോലും ഇവരൊക്കെ പേടിക്കുന്നതായിട്ട് നമ്മൾ കാണേണ്ടിയും വരും. അതായത് ഇവനെ ഫോണിൽ വിളിച്ച് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ആറാട്ടണ്ണനെ എന്തിനു ഉപദ്രവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവനത് കണ്ടന്റിന് വേണ്ടി ചെയ്തതാണെന്നാണ് പറയുന്നത്. അതും ആറാട്ടണ്ണനുമായിട്ട് ആലോചിച്ച് ചെയ്തതാണെന്നാണ് ഇവൻ കള്ളത്തരം പറയുന്നത്. യഥാർത്ഥത്തിൽ ആറാട്ടണ്ണൻ അറിഞ്ഞതുപോലും ഇല്ല. കക്ഷിക്ക് എന്തായാലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി എന്ന് തന്നെ പറയണം. പക്ഷേ ഈ മാസ് കാണിച്ച അണ്ണൻ ഒരു ഫോൺ കോളിൽ തന്നെ പേടിച്ചു പോകുന്ന അവസ്ഥയിലാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ആ ഫോൺ സംഭാഷണം കൂടെ ഒന്ന് കേട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഈ അണ്ണൻ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന്. ദിനാറാണ് നീ എവിടെയാണ്? ഞാൻ ഇവിടെ ഇല്ലട്ടാ, ഞാൻ കൊച്ചിയിലാട്ടാ. കൊച്ചിയിലെ ഏത് കാലിലുണ്ട് പറടാ പൂറിമാനാണ്. എടാ കണ്ണേ എടാ നിനക്ക് പണി വരുന്നുണ്ട് കേട്ടാ മോനെ, നിനക്ക് പണി വരുന്നുണ്ട്. നീ അണ്ണനെ നീ എന്തൊക്കെ വീട്ടിൽ വെച്ചിട്ട് നീ നീ എന്താ ആ പാവത്തിനെ കാട്ടിയത് നീ? ഇത്രയേ ഉള്ളൂ, മിണ്ടാട്ടം പോലും ഇല്ല, മിണ്ടുന്നും ഇല്ല. അവനിപ്പോൾ റിവ്യൂ പറഞ്ഞവരെ കുറ്റം പറയുകയോ ഒന്നും വേണ്ട. ഇതുപോലെ ആറാട്ടണ്ണങ്ങ് പ്രതികരിച്ചിരുന്നെങ്കിൽ അവൻ അവിടെ നിന്ന് വിയർത്തേനെ. ഇനി എനിക്ക് പറയാനുള്ളത്, ഇമ്മാരിയുള്ളവന്മാർ വരുമ്പോൾ ആറാട്ടണ്ണനെ ഇതുപോലെ തന്നെ പ്രതികരിക്കണം, എങ്കിലേ രക്ഷയുള്ളൂ. അപ്പോൾ അവന്മാരുടെയൊക്കെ കടിയങ്ങ് അടങ്ങിക്കോളൂ. ഹലോ, നീ പറയടാ, നീ അണ്ണനെ എന്താ തിയേറ്ററിൽ വെച്ചിട്ട് ചെയ്തത്? അത് കണ്ടന്റ് ആണെന്ന്. എന്ത് കണ്ടന്റ്? അയാളെ പിടിച്ചടിക്കാൻ പാടുണ്ടോ? അതെ, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അടിയിട്ടു എന്ന് അറിയുമ്പോൾ അത് കണ്ടന്റായി മാറുകയാണ്. ഞാനും ആറാട്ടണ്ണൻ ചേർന്ന് നടത്തിയ ഒരു കണ്ടന്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആറാട്ടണ്ണൻ അറിഞ്ഞതുപോലും ഇല്ല. ഇവനൊരു മാസ് കിട്ടാൻ വേണ്ടി കുറച്ച് പോപ്പുലർ ആവാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. അതിന് ആറാട്ടണ്ണനെയും കൂടെ അതിനകത്ത് പിടിച്ചിടുക. എന്തിനാണ് ആറാട്ടണ്ണനെയും കുറച്ചൊരു കുറ്റപ്പെടുത്താൻ? ഇവിടെ ഈ ഫോൺ കോളിൽ തന്നെ അവൻ്റെ പേടി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ ആളുകളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ കൊല്ലാൻ പോവുകയാണ്, ഇല്ലെങ്കിൽ കൊന്നുകളയും, ഇനി ഇങ്ങനെയുള്ള റിവ്യൂ പറഞ്ഞുകൂടാ എന്നൊക്കെയാണ് അവൻ്റെയൊക്കെ പറച്ചിൽ. ഇത്രയേ ഉള്ളൂ അവന്മാരൊക്കെ വൈറലാവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടുക. വയസ്സിന് മൊത്തം നല്ലൊരു മനുഷ്യനല്ല. നീ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ആറാട്ടണ്ണനെ കുറിച്ചിട്ട് അയാൾ പാവാണെന്നൊക്കെ എന്നോട് നീ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? അത് കണ്ടന്റാണ്, ആറാട്ടണ്ണനെ അറിയാലോ. ആറാട്ടണ്ണനെ അറിഞ്ഞുകൊണ്ട് കണ്ടന്റ് ചെയ്തതാണത്. അത് ഞാൻ പറഞ്ഞുതരാം. ആറാട്ടണ്ണടുത്ത് ചോദിച്ചു, ആറാട്ടണ്ണ ചെറിയ കണ്ടന്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ആ ചെയ്തോന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കാറുള്ളൂ. റോണിയുടെ പാവാണ്, ഇങ്ങനത്തെ കണ്ടന്റ് ഒന്നും അയാളെ വെച്ച് ചെയ്യലേട്ടാ. പുള്ളിയോട് ഞാൻ ചോദിച്ചതല്ലേ, ഞാൻ ആറാട്ടണ്ണ പുള്ളി എന്നെ എനിക്കും ഭയങ്കര ഇഷ്ടം, പുള്ളിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ചെറിയ കണ്ടന്റ് ചെയ്തതാണ്. ആറാട്ടണ്ണന്റെ അടുത്ത് അറിയാലോ. അതെ, പിന്നെ എന്റെ പെറ്റമ്മ സത്യം നമുക്കറിയാൻ പാടില്ലേ, എന്റെ പെറ്റമ്മ സത്യം. ആളുകൾ വയസ്സിന് മൂത്ത നിനക്ക് അവിടെ നെഗറ്റീവ് വരും. പിന്നെ നല്ലതിന് പറയുമ്പോ നീ അത് മനസ്സിലാക്കും. കാരണം പിന്നെ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഞാൻ അണ്ണന്റെ അടുത്ത് ചോദിച്ചതേ, അണ്ണ ഞാൻ ചെറിയൊരു കണ്ടന്റ് ചെയ്തോട്ടെ, അണ്ണന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും അണ്ണന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, അണ്ണ എനിക്ക് ചെറിയൊരു കണ്ടന്റ് ചെയ്യണം. ഞാൻ വെറുതെ ഇങ്ങനെ തൊടുള്ളൂ, വെറുതെ അങ്ങനെ കണക്കില്ല, വെറുതെ ചൂടാവും, അത്രേ ഉള്ളൂ. അങ്ങനെ ചെറിയൊരു കണ്ടന്റ് ചെയ്തതാണ് മുത്തേ. അതെ എടാ, ഇത് പിന്നെ പാവാണ്. കാരണം പുള്ളിന് നമ്മളൊന്നും ചെയ്യരുതടാ, പുള്ളി ഒരു പഞ്ച പാവാണ്. പിന്നെ പാളിപ്പോയെന്നറിയുമ്പോൾ പിന്നെ കണ്ടന്റ്, പിന്നെ ആറാട്ടണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്, ആറാട്ടണ്ണനോട് ചോദിച്ച് കണ്ടന്റ് ചെയ്തതാന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടേക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആറാട്ടണ്ണൻ പൊതുസ്ഥലങ്ങളിലൊക്കെ വെച്ച് ഒരിക്കലും ഒരാളോടും ആറാട്ടണ്ണൻ മോശമായിട്ട് ഒന്നും പറയത്തില്ല. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ആറാട്ടണ്ണൻ്റെ തലയിലോട്ട് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഇടിച്ച് കയറുന്നത്. കാരണം ആറാട്ടണ്ണൻ ഒന്നും ചെയ്യത്തില്ലെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടെയൊക്കെ ആറാട്ടണ്ണനെ സ്നേഹിക്കുന്നവരും കുറച്ചുപേരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നല്ല രീതിയിൽ പലരും ക്രിറ്റിസൈസ് ചെയ്യും ആറാട്ടണ്ണനെ. എന്നിരുന്നാലും കുറച്ച് പേർക്കൊക്കെ ആറാട്ടണ്ണനെ ഇഷ്ടമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കമൻറ്റ് സെക്ഷനിലൊക്കെ നോക്കിയാലും ഈ ഫോൺ കോൾ കേട്ടാലും ഒക്കെ മനസ്സിലാവുന്നത്. ആറാട്ടണ്ണനെ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പലരും ചോദിക്കാൻ വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആറാട്ടണ്ണനും അറിഞ്ഞുള്ള കണ്ടന്റ് ആണെന്ന് ഇവന് കള്ളം പറയേണ്ട അവസ്ഥ വന്നത്. എന്തായാലും ഈ വ്യക്തിയെ ഇപ്പോൾ പൊക്കിയിട്ടുണ്ട്. ഏകദേശം 19 വയസ്സങ്ങാണ്ട് മാത്രമേ ഉള്ളൂ അവന് പ്രായം. അതിന് ആറാട്ടണ്ണനെ പോലുള്ളവരെ ഉപയോഗിച്ച് മാസ് കാണിക്കണം, അതിനുവേണ്ടി ചെയ്തതാണ്. എന്നാൽ അവസാനം സോറി പറയേണ്ട അവസ്ഥയാണ് അവന് വന്നത്. ഇപ്പോൾ അവന് മാസം പോയി, അവൻ നല്ല രീതിയിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. ആറാട്ടണ്ണനെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല നിങ്ങളൊക്കെ? ആറാട്ടണ്ണൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്ത് പരിപാടിയാണ് കാണിച്ചത്? കാരണം നിങ്ങളെല്ലാവരും ഇമാതിരി തന്നെ പോകുന്നൊരു ടീംസാണ്. നിങ്ങൾ പരസ്പരം ഇതുപോലെ തല്ലാൻ പോകുന്നു. പുള്ളിക്കാരനത് പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സംഭവം. ആറാട്ടണ്ണൻ വന്ന് ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മോട് പിന്നെ അല്ല, നിങ്ങൾ ആ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാൽ കാണിച്ചത് ഒട്ടും ശരിയായില്ല. കാരണം വെച്ചാൽ പുള്ളി ഒരു മനുഷ്യനല്ലേ, എന്തും ആയിക്കോട്ടെ, പുള്ളി കോമഡി പീസോ എന്തും ആയിക്കോട്ടെ, പക്ഷെ പുള്ളി ഒരു മനുഷ്യനല്ലേ ബ്രോ. അപ്പൊ അങ്ങനെ കാണിക്കുമ്പോ നമുക്കൊരു, നമ്മളെല്ലാവരും ഈ പറയുന്ന പോലെ മനുഷ്യരല്ലേ ബ്രോ. എന്താണ് അങ്ങനെ കാണിച്ചത്? എന്തിന്റെ പുറത്താണ് അങ്ങനെ കാണിച്ചത്? നമുക്കൊരു വൈറലാവാന്നുള്ള സെറ്റപ്പ്. എന്താണ് ബ്രോ നിനക്ക് വൈറലാവാൻ വേണ്ടിട്ടാണ് നീ കാണിച്ചേ? ഒന്ന് പോവല്ലേ? എന്തായാലും ഇപ്പം ബ്രോ പാറാട്ടിനോട് മാപ്പ് പറയാൻ ചെയ്യാൻ നിൽക്കരുതാ.
മാപ്പി പറയണം. പിന്നെ ആറാട്ടണ്ണ ഞാൻ കാല് മേടിച്ച് ഞാൻ പറയാം. ദേ മാപ്പ്, സോറി, എന്റെ ഭാഗത്താണ് തെറ്റ്. ഫുള്ള് ഞാൻ മീഡിയക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ചെറിയൊരു കണ്ടന്റ് ചെയ്യാം. അടി കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആയിരിക്കണം മാപ്പ് പറയാൻ ധൈര്യം കാണിച്ചത്. അപ്പൊ എനിക്ക് ആറാട്ടനിപ്പം ഞാൻ നല്ലൊരു ട്രീറ്റ് ഞാൻ ആറാട്ടന് ഞാൻ തരും. അപ്പൊ നമുക്ക് നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിൽ നീ കൂടുതൽ തൊലിക്കല്ലേ, നീ മാപ്പ് പറഞ്ഞു. അപ്പൊ മാപ്പ് സോറി ഓക്കെ ആറാട്ടനെ നമുക്കൊന്ന് കാണണം. അല്ലല്ല കാണണ്ട, ആറാട്ടെണ്ണ ഇപ്പൊ വരും, നീ കണ്ടിട്ട് പോയാ മതി. അപ്പൊ നമുക്ക് കെട്ടിപ്പിടിച്ചൊരു മാപ്പ് പറയാം. ഇവന്റെ കൺസെപ്റ്റ് ആയിരുന്നു ബ്രോ തന്നെയാണോ? ബ്രോ തന്നെയാണോ കൺസെപ്റ്റ്? ഞാൻ തന്നെ അതിനങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ ആരെങ്കിലും ഏതെങ്കിലും മീഡിയ പറഞ്ഞോ ഇങ്ങനെ പോയി ചെയ്യാൻ? എന്താ പറഞ്ഞേ? ചേട്ടാ ചെറിയൊരു കണ്ടന്റ് ചെയ്താലോ ആറാട്ടനെ കുറിച്ച്, അപ്പൊ വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ തല്ലിയൊന്നുമില്ല. അപ്പൊ ഞാൻ ഇതിങ്ങനെ ജസ്റ്റ് കണ്ടായിരുന്നത് അതൊരുമാതിരി വയലന്റ് ആയ പോലെ ബ്രോക്ക് ഒരുമാതിരി ജസ്റ്റ് ഒരു സംബന്ധം തെറ്റിയ പോലെ പോയി ബ്രോയ്ക്കും. അല്ല പുള്ളി ഇതുപോലെ ഒന്നും സ്ക്രിപ്റ്റ് ഒന്നും പറഞ്ഞൊന്നുമില്ലല്ലോ പുള്ളി. ഇല്ല പുള്ളിയൊന്നുമല്ല. പുള്ളിയൊന്നുമല്ല. ആറട്ടനോട് ഒരു മാപ്പ് പറഞ്ഞേക്കാം എന്തായാലും, കാരണം പുള്ളി നിങ്ങളുടെയൊക്കെ സീനിയർ അല്ലേ. പിന്നെ ആറട്ടണ്ണ ഞാൻ കാല് മേടിച്ച് ഞാൻ പറയാം. ദേ മാപ്പ്, സോറി. ഇവിടെയൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ആറാട്ടണ്ണനെ ആരെന്ത് ചെയ്താലും ആറാട്ടണ്ണൻ്റെ അടുത്ത് വന്ന് സോറി പറയുകയോ ഇല്ലെങ്കിൽ അണ്ണ ക്ഷമിച്ചു പോയി എന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആറാട്ടണ്ണൻ അവരോട് ഒരു വൈരാഗ്യവും വെച്ച് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. കാര്യം കക്ഷി രാത്രിയിലൊക്കെ ഫേസ്ബുക്കിൽ കുറച്ച് റോങ് ആയിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുമെങ്കിലും ആറാട്ടണ്ണൻ സഹജീവികളോടൊക്കെ നല്ല സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. ഒരു വൈരാഗ്യം വെച്ച് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. എത്രയൊക്കെ ആരൊക്കെ ആട്ടി തുപ്പി വിട്ടാലും ആറാട്ടണ്ണൻ അവിടെ ചെല്ലും, ആറാട്ടണ്ണൻ അവരോട് സംസാരിക്കും. അതൊരു വലിയ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാവർക്കും അങ്ങനെ കഴിയുമെന്ന് അറിയത്തില്ല. അണ്ണ ഞങ്ങൾക്ക് ആവശ്യം, അണ്ണനെ സ്നേഹിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യം. ഇതും വൈറസിനെ മാറ്റി പബ്ലിക്കായിട്ട് അണ്ണനോട് മാപ്പ് ചോദിക്കണേ. ഈ നാളെ നീ മാപ്പ് പറയണത് കണ്ടപ്പോ മനസ്സിലായി ആള് പാവമാണ്. അല്ല, ആള് പാവം തന്നെയാണ്. പക്ഷെ എനിക്ക് അണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അതെ, എനിക്ക് അണ്ണനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അണ്ണനെ ഉപദ്രവിച്ചത്. വേറെ ഒന്നുമില്ല. അണ്ണനെ നാട്ടിച്ചിട്ട് വൈറലാവാൻ നോക്കിയ വ്യക്തിയാ. എന്നിട്ടാണ് പറയുന്നത് അണ്ണനെ വലിയ ഇഷ്ടമാണെന്ന്. ഇത് ആരാ പറഞ്ഞു ഈ ഐഡിയ? എനിക്കൊരു തോന്നല് വന്നപ്പോ നമ്മ ചെയ്തതാണ്. പ്രശ്നമാണ്. പിന്നെ ഞാനതുകൊണ്ട് അടിച്ചില്ല, വേറെ ആൾക്കാർ അടിച്ചു. അവിടെയൊക്കെ ആറാട്ടനെ എങ്ങനെ അവനെ ഡീൽ ചെയ്യുന്നത് നോക്ക്. ഞാനായതുകൊണ്ട് നിന്നെ അടിച്ചില്ല, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തേനെ എന്നാണ് ആറാട്ടൻ പറയുന്നത്. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാട്ടണ്ണനെ പൊതുസ്ഥലത്ത് വെച്ച് ശാരീരികമായിട്ട് ആക്രമിച്ചൊരു വ്യക്തിയോടാണ് ആറാട്ടണ്ണൻ ഇങ്ങനെ റിപ്ലൈ ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആറാട്ടണ്ണൻ്റെ ആ ക്വാളിറ്റി. നമ്മളിൽ പലർക്കും അത്രയും വലിയ ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഡീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ആറാട്ടണ്ണനെ മോശമാക്കാൻ വന്നവനെ ആശ്വസിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നിനക്ക് വയറാണ്, എന്തൊക്കെ വഴിയുണ്ട് ഇതിങ്ങനെയാണ് വയറിലാവുന്നത്. അണ്ണനെ അടിച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞങ്ങൾ രജിക്ക് കണ്ട ഭയങ്കര അത് മാത്രല്ല അല്ല വേറെ ആൾക്കാർ തിരിച്ചടിക്കും. ഇതേപോലെ സംഭവം വിത്തിൻ സെക്കൻഡ്സ് നടന്നുണ്ടോ? എന്റെ ഭാഗത്താണ് തെറ്റ്. ഫുള്ള് ഭാഗത്ത് എനിക്കൊരു തോന്നല് വന്നപ്പോ കണ്ടന്റ് ചെയ്ത് എന്റെ ഭാഗത്ത് എനിക്ക് അണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയൊരു കണ്ടന്റ് നമുക്കും വൈറലാണ്. അപ്പൊ അണ്ണ സോറി അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മനസ്സിലായി. അതുകൊണ്ടാണ് വിട്ടുകള അണ്ണാ, അതുകൊണ്ടിട്ടാണോ. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ആറാട്ടണ്ണനെ പോലുള്ള ആളുകളാണ് ഇവിടെ ഉള്ളതെങ്കിൽ വലിയ അക്രമമൊന്നും കാണേണ്ട അവസ്ഥ വരത്തില്ല. തന്നെ എന്തൊക്കെ വന്ന് ചെയ്താലും തിരിച്ചൊരു മാപ്പ് പറയുകയോ ഇല്ലെങ്കിൽ ആറാട്ടണ്ണനോട് വന്ന് മിണ്ടിയാലോ ആറാട്ടണ്ണൻ തിരിച്ച് ക്ഷമിക്കുന്നതായിരിക്കും. അതിൽ നമ്മളിൽ പലരെ കൊണ്ടും കഴിയത്തില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇവിടെ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ വൈറലായ ഒരു വ്യക്തിയാണ്. ഒരിക്കലും വൈറലാവാൻ വേണ്ടി ഒന്നും ചെയ്ത ഒരു വ്യക്തിയല്ല. ആറാട്ടൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കേറെ മോശം റിവ്യൂ പറഞ്ഞപ്പോൾ അതിനെതിരെ പറഞ്ഞൊരു വ്യക്തിയാണ് ആറാട്ടണ്ണൻ. അങ്ങനെയാണ് ആറാട്ടണ്ണൻ തന്നെ ഈ ഫീൽഡിലേക്ക് വന്നത്. അല്ലാതെ വൈറലാവാൻ വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇവനായിട്ട് വല്ല പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. എന്താ തോന്നിയത്? ഇത്ര പാവാണ് നേരിട്ട് കണ്ടപ്പോ മനസ്സിലായതോ? ഇവനെ വൈറലാവാൻ വേണ്ടി ചെയ്തതാണല്ലേ ബ്രോ? എന്താണ് ഇവനോട് കൊടുക്കുന്ന അഡ്വൈസ് എന്താണ്? അല്ല പ്രായത്തിന്റെ കുഴപ്പമാണ്. പിന്നെ സിനിമയിൽ കയറാൻ ഭയങ്കര ആഗ്രഹിക്കാം. അതല്ലോ വലിയ പ്രശ്നമൊന്നുമില്ല. ആൾ ബേസിലി പാവാണ്. അതിശുദ്ധന് അതിദുസ്ഥന് പലം പോലെ ചെയ്തതാണ്.
എനിക്ക് 19 വയസ്സുള്ളതുകൊണ്ടാണ് അണ്ണൻ ഇപ്പൊ നമ്മളോട് പറഞ്ഞത് വെറുതെ വിട്ടേക്കുന്നത്. മനസ്സിലായോ? കണ്ടപ്പോൾ മനസ്സിലായി ആള് പാവാണ്. പാവാണ്. ഞാൻ അണ്ണന് മെസ്സേജ് അയച്ചല്ലോ. നല്ല രീതിയിലായിരുന്നു നമുക്കൊരു നല്ലൊരു കണ്ടന്റ് നല്ലൊരു കണ്ടന്റ് എടാ ഇങ്ങനത്തെ കണ്ടന്റ് ഒന്നും വേണ്ട. ഒന്നാമത് നീ പ്രായത്തിനെ ബഹുമാനിക്ക്. നിന്നേലും ഇത്ര വയസ്സ് അതെ അതെ. ആണോ ശരിക്കും എന്താ പ്രശ്നം? ഞാൻ ആട് 3 വർഷം റിവ്യൂ കൊടുത്തോണ്ടിരിക്കേ. അതിന്റെ അത് എല്ലാം കൊടുത്ത് ഓൾമോസ്റ്റ് ഇതിനായപ്പോ ഇവൻ 3 പ്രശ്നം ഉണ്ടാക്കി. ഇങ്ങനെ ഒരാഴ്ച ഞാൻ കണ്ടതാണ് തിയേറ്ററിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവൻ മറ്റേ പെരയിലൊന്നും ഓടിച്ചിട്ടാ. ഇത് ചെറിയ സംശയം തോന്നി വൈറലാവാൻ വേണ്ടിയാ കുറച്ച് മീഡിയക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഇത് ഏറ്റവും തമാശാണ് ആൾക്കാർ പറയുന്നത് സ്ക്രിപ്റ്റഡ് ആണ്, പ്ലാൻഡ് ആണെങ്കില അങ്ങനെ കമന്റ്സിലൊന്നുണ്ടോ? എന്താണ് ബ്രോ പ്രശ്നം? എന്താണ് ഇത് ചെറിയൊരു എന്റെ തോന്നലും ഒരു ചെറിയ കണ്ടന്റ് ചെയ്തതാണ്. വൈറലാവാൻ വേണ്ടി ചെയ്തതാണ്. എനിക്ക് ആറാറിനാലും ഭയങ്കര ഇഷ്ടം. അന്ന് ഞാൻ ഒരു പെരേരെ പോലെ വൈറലാവില്ലേ? പെരേരെ എന്നെ ഫോമാറ്റും കഞ്ചൻ കോപ്പി ഗുഡായി സെന്റർ കാണിക്കുന്ന അല്ല നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള സ്ക്രിപ്റ്റ് ആണത്? അല്ല എന്റെ ഒരു തോന്നൽ വന്നപ്പോ ചെയ്തതാ. പക്ഷെ അത് ഭയങ്കര മോശമായി പോയില്ലേ ബ്രോ? എന്തായാലും ഇതിനു മുമ്പും ആറാട്ടെണ്ണനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കഴിവ് കെട്ടവന്മാർക്കൊക്കെ നേരത്തെ തന്നെ അറിയാം ആറാട്ടെണ്ണ ഒന്നും ചെയ്യത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് യവന്മാരിങ്ങനെ ചെയ്യുന്നതാണ്, അല്ലാതെ വേറൊന്നുമല്ല. എന്തായാലും മാസ് കാണിക്കാൻ വന്ന അണ്ണ ഇപ്പം വെറും മട്ടയെ പോലെ ചുരുണ്ട് ആറാട്ടെണ്ണനോട് മാപ്പ് പറയേണ്ട അവസ്ഥയാണ് വന്നത്. ആറാട്ടെണ്ണനെ ഇഷ്ടമല്ലാത്തവരൊക്കെ കുറേ പേര് കാണുമായിരിക്കും, പക്ഷേ ആറാട്ടെണ്ണനെ ഇഷ്ടമുള്ളവരും കുറേ പേര് ഇവിടെ ഉണ്ട് എന്നുള്ളതും ഓർക്കേണ്ടതാണ്. ഇവിടെ ആർക്കും അവരുടേതായ അഭിപ്രായം പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഒരു സിനിമയുടെ റിവ്യൂ പറഞ്ഞെന്നും അതിനെയൊന്നും ഇവിടെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അധികാരം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.